ഹായ്, ഏവർക്കും +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററാണ്. ചില കുട്ടികൾക്കെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. റെഡിയല്ലേ? ഓക്കെ. ഇതിൽ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്: ഇഫ് ആൻ ഇവന്റ് ക്യാൻ ഒക്കർ ഇൻ m different ways following which another event can occur in n different ways, then total number of occurrence of the events is m into n ways. അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ്. ഇത് യൂസ് ചെയ്ത് വളരെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് 3 ഷർട്ടുണ്ട്, 2 പാൻസ് ഉണ്ട്. എത്ര വ്യത്യസ്തമായ രീതിയിൽ ഡ്രസ്സ് ചെയ്യാം അല്ലേ? അപ്പോൾ പാൻറ് P1 P2 എന്ന് കൊടുക്കുക, ഷർട്ട് S1 S2 S3 ഇങ്ങനെ ക്ലബ് ചെയ്ത് നമുക്ക് മൊത്തം എത്ര രീതിയിൽ എഴുതാൻ പറ്റും? 6 വേസിൽ എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് 3 into 2 വേസിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില ജനറൽ പ്രോബ്ലംസ് ആണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് പ്രോബ്ലം: ഫൈൻഡ് നമ്പർ ഓഫ് 4 letter വേർഡ്സ് with or without meaning that can be formed using the letters of the word king where repetition of the letters is not allowed. King എന്ന് പറയുന്ന ഈ വേർഡിലെ ലെറ്റേഴ്സ് 4 ലെറ്റേഴ്സും യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ വേർഡ്സ് ഫോം ചെയ്യാം? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. എഴുതിയ ലെറ്റേഴ്സ് വീണ്ടും എഴുതാൻ പാടില്ല. നിങ്ങൾക്കറിയാം അല്ലേ? ഐ ഇപ്പുറത്ത് മാറ്റുക, കെ ഇപ്പുറത്ത് മാറ്റുക, ഒരു ലെറ്റർ കിട്ടും, ഒരു വേർഡ് കിട്ടും. അല്ലെങ്കിൽ എന്നും ഐയും ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എത്രയാ? അതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 4 letter വേർഡ്സ് ആണ് വേണ്ടത്. അപ്പം 4 ബോക്സ് ഞാൻ വരച്ചു. ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ways. ഒന്നുകിൽ എനിക്ക് കെ എഴുതാം, അല്ലെങ്കിൽ ഐ എഴുതാം, അല്ലെങ്കിൽ എൻ എഴുതാം, അല്ലെങ്കിൽ ജി എഴുതാം. There are 4 ways, 4 പോസിബിലിറ്റീസ് ഉണ്ട്. സോ 4 എഴുതി. ഒരു ലെറ്റർ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി എൻ്റെ കൈവശം എത്രയേ ഉള്ളൂ? 3. കാരണം എഴുതിയത് വീണ്ടും എഴുതാൻ പാടില്ല. സോ എൻ്റെ കൈവശം ഇനി 3 റിമൈനിങ് ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏത് വേണോ എനിക്ക് എഴുതാം. ദാറ്റ് മീൻസ് ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 3 different ways. 2 ലെറ്റേഴ്സ് എഴുതി കഴിഞ്ഞു. ഇനി എൻ്റെ കൈവശം 2 ഉള്ളൂ. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ways. 3 ലെറ്റേഴ്സ് എഴുതി കഴിഞ്ഞു. ഇനി എൻ്റെ കൈവശം എഴുതിയത് വീണ്ടും എഴുതാൻ പാടില്ല. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. ഇനി എൻ്റെ കൈവശം ഒരേ ഒരു ലെറ്ററേ ഉള്ളൂ. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഓൺലി 1 ways. സോ by fundamental principle of counting, total number of words is equal to product of these cases. That is 4 into 3 into 2 into 1. That is equal to multiply ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24. വളരെ സിമ്പിൾ അല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്തായിരിക്കും? 24. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ കറക്കി എഴുതി നോക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ആണെന്നാണ്. സപ്പോസ് റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്തായിരിക്കും? ഈ ബോക്സ് ആസ് യൂഷ്വൽ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 4. ഈ ബോക്സ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? എഴുതിയത് വീണ്ടും എഴുതാം. അപ്പൊ വീണ്ടും എൻ്റെ കൈവശം 4 ലെറ്റേഴ്സ് ഉണ്ട്. സോ ദിസ് ബോക്സ് ക്യാൻ ബി ആൾസോ ഫിൽഡ് ഇൻ 4 ways. എഴുതിയത് വീണ്ടും എഴുതാം. സോ ദിസ് ബോക്സ് ക്യാൻ ബി അഗൈൻ ഫിൽഡ് ഇൻ 4 ways. This box can be filled in again in 4 ways. So total number of words equal to 4 into 4 into 4 into 4. That is 256. അപ്പോൾ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ 256 വേർഡ്സും റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ എന്തായിരിക്കും? 24 വേർഡ്സും നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. പിടികിട്ടിയായിരുന്നോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5? Where first case repetition of the digits is not allowed. Second case repetition of the digits is allowed. Okay, എന്താണ് ക്വസ്റ്റ്യൻ? 1, 2, 3, 4, 5 ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ 3-digit നമ്പേഴ്സ് ഫോം ചെയ്യാം? ഫസ്റ്റ് കേസ് റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. എഴുതിയ നമ്പർ വീണ്ടും എഴുതാൻ പാടില്ല അല്ലേ? അപ്പോൾ 3-digit നമ്പേഴ്സ് 1, 2, 3 ഇതൊരു 3-digit നമ്പർ ആണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ് 3, 4, 5 അല്ലെ 3, 3, 4 അങ്ങനെ റെപ്പറ്റീഷൻ വരുന്നത് എഴുതാൻ പാടില്ല. അതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എങ്ങനെ കണ്ടെത്താം? സോ 3 3-digit നമ്പർ അല്ലേ? അപ്പോൾ ഞാൻ 3 ബോക്സ് എഴുതി. ആദ്യം ദിസ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഹൗ മെനി വേസ്? എൻ്റെ കൈവശം എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പർ. ഒന്നുകിൽ 1 എഴുതാം, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 5. There are 5 ways.
So this box can be filled in 5 ways. ഒരു നമ്പർ ഇതിലേതോ ഒന്ന് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു. ബാക്കി ഇനി എൻ്റെ കൈവശം എത്രയേ ഉള്ളൂ? 4. സോ ആ 4 നമ്പേഴ്സിൽ ഏത് വേണോ എനിക്ക് എഴുതാം. സോ പോസിബിലിറ്റി ഈസ് 4. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ways. അപ്പോൾ 2 നമ്പർ എഴുതി കഴിഞ്ഞു. ഇനി എൻ്റെ കൈവശം എത്ര ഉണ്ട്? 3 numbers. So this box can be filled in 3 ways. So total number of 3-digit numbers under this condition is equal to product of these numbers 3 into 4 into 5. That is equal to 60 എന്ന് കിട്ടും. ശരിയല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇഫ് റെപ്പറ്റീഷൻ ഈസ് അലൗഡ് then total numbers is equal to എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ കൈവശം മൊത്തം 5 എണ്ണം ഉണ്ട്. ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. എഴുതിയത് വീണ്ടും എഴുതാം. അപ്പോൾ വീണ്ടും എൻ്റെ കൈവശം എന്തുണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. സോ ദിസ് ബോക്സ് ക്യാൻ ബി അഗൈൻ ഫിൽഡ് ഇൻ 5 ways. 5 എൻ്റെ കൈവശം വീണ്ടും ഉണ്ട്, കാരണം എഴുതിയത് വീണ്ടും എഴുതാം. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ അഗൈൻ 5 ways. Using fundamental principle of counting, product is the answer. 5 into 5, 25 into 5, 125. So which is the answer? Important ആണ്, പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. How many 3-digit even numbers can be formed using the numbers 1, 2, 3, 4, 5, 6 if the digits can be repeated? എഴുതിയത് വീണ്ടും എഴുതാം. Repetition is allowed. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി 3-digit ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ്? അല്ലേ, 3-digit ഈവൻ നമ്പേഴ്സ് എത്രയുണ്ട് യൂസിങ് ദീസ് നമ്പേഴ്സ്? അപ്പോൾ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? അതിൻ്റെ ഫസ്റ്റ് പ്ലേസിലെ നമ്പർ ആണ്. സോ നമുക്ക് ഈവൻ നമ്പേഴ്സ് വരണം എങ്കിൽ ഇവിടെ ഏതൊക്കെ നമ്പർ വരാൻ സാധ്യതയുണ്ട്? ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ എന്താണ് 6. ദാറ്റ് മീൻസ് ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഓൺലി ഇൻ 3 ways. അല്ലേ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു നമ്പർ ഞാൻ എഴുതി, അത് 2 ആകാം, 4 ആകാം, 6 ആകാം. കാരണം നമുക്ക് എന്താണ് വേണ്ടത്? 3-digit ഈവൻ നമ്പേഴ്സ്. അതുകൊണ്ടാണ് ഇത് 3ലും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തത്. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 3 ways. ഇനി മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. എഴുതിയത് വീണ്ടും എഴുതാം, ഇവിടെ എഴുതിയ നമ്പർ വീണ്ടും എഴുതാം. അപ്പോൾ എൻ്റെ കൈവശം മൊത്തം ഇനിയിപ്പോൾ ബാലൻസ് എത്ര ഉണ്ട്? 6 നമ്പേഴ്സും ഉണ്ട്. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 6 ways. എഴുതിയതെല്ലാം വീണ്ടും എഴുതാം, വീണ്ടും എൻ്റെ കൈവശം 6 നമ്പേഴ്സ് ഉണ്ട്. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ അഗൈൻ 6 ways. സോ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ്, 3-digit ഈവൻ നമ്പേഴ്സ് അണ്ടർ ദീസ് കണ്ടീഷൻസ് is equal to, using fundamental principle of counting, product of these numbers 6 into 6 into 3, that is equal to 36 into 3, that is 108. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സ്വയം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given 5 flags of different colors, how many different signals can be generated if each signal requires the use of 2 flags, one below the other? എന്താണ്? എൻ്റെ കൈവശം 5 ഫ്ലാഗ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 ഫ്ലാഗ് യൂസ് ചെയ്ത് വ്യത്യസ്തമായ എത്ര സിഗ്നൽസ് ഫോം ചെയ്യാം? വ്യത്യസ്ത കളറിലുള്ള 5 ഫ്ലാഗ് ആണുള്ളത്. ഇതിലേതെങ്കിലും 2 ഫ്ലാഗ് യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ സിഗ്നൽസ് ഫോം ചെയ്യാം? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നൽസ് ഈക്വൽ ടു, ആദ്യം ഇതാ ഒരു ഫ്ലാഗ് ഇവിടെ കാണിക്കാം, തൊട്ട് താഴെ വേറൊരു ഫ്ലാഗ് കാണിക്കണം. അങ്ങനെയാണ് ഒരു സിഗ്നൽ ഫോം ചെയ്യുന്നത്. ഈ 5 ഫ്ലാഗിൽ ഏത് ഫ്ലാഗ് വേണോ എനിക്ക് ഇവിടെ കിട്ടാം, ആദ്യം കാണിക്കാം, അല്ലേ? അപ്പോൾ there are 5 possibilities. ഒരു ഫ്ലാഗ് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി എൻ്റെ കൈവശം എത്രയേ ഉള്ളൂ? 4 ഫ്ലാഗേ ഉള്ളൂ. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ ഓൺലി 4 ways. അല്ലേ, നേരത്തെ കാണിച്ച ഫ്ലാഗ് വീണ്ടും താഴെ കിട്ടാൻ പറ്റുമോ? ഡിഫറൻറ്റ് സിഗ്നൽസ് അല്ലേ വേണ്ടേ? സോ ഇവിടെ വ്യത്യസ്തമായ വേണം. അപ്പോൾ ആദ്യം കാണിച്ച ഫ്ലാഗ് മാറ്റിയിട്ട് ബാക്കി എത്ര ഉണ്ട്? 4. സോ ആ 4 ഫ്ലാഗിൽ ഏത് വേണോ എനിക്ക് ഇവിടെ സ്ഥാപിക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു എന്ത് വരും? 5 into 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ചെറിയ കാര്യം പരിചയപ്പെടാനുണ്ട്. ഫാക്ടോറിയൽ നൊട്ടേഷൻ. എന്താണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. n ഫാക്ടോറിയൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? n ഇട്ടിട്ട് എക്സ്ക്ലമേറ്ററി സിമ്പിൾ. നിങ്ങൾക്കറിയാം മാത്തമാറ്റിക്സിൽ എന്താണ്? ഫാക്ടോറിയൽ എന്നാണ് വായിക്കേണ്ടത്. സോ n ഫാക്ടോറിയൽ മീൻസ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 into 2 into 3 into 4 into 5. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2, ദാറ്റ്സ് ഓൾ. അപ്പോൾ വാട്ട് ഈസ് n ഫാക്ടോറിയൽ?
1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു എൻ. എന്നിന് ജസ്റ്റ് പ്രിസീഡിംഗ് ആയിട്ട് വരുന്ന ടേം എന്തായിരിക്കും? n-1. അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ടേം എന്തായിരിക്കും? n-2. സോ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n-2 ഇൻറ്റു n-1 ഇൻറ്റു n വിച്ച് ഈസ് n ഫാക്ടോറിയൽ. ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ 5 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ഓർ എങ്ങനെ എഴുതാം? തിരിച്ച് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതേപോലെ എഴുതിയാൽ n ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? റിവേഴ്സ് ഓർഡറിൽ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര 3 2 1 അങ്ങനെയും പറയാം. ഇതിൽ നിന്ന് ഒരു ഫോർമുല നമുക്ക് വളരെ ഉപകാരപ്പെടുന്നത് ഡെറൈവ് ചെയ്യാൻ സാധിക്കും. n ഫാക്ടോറിയൽ ഈക്വൽ ടു, നിങ്ങൾക്കറിയാം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n ആണെങ്കിൽ n ഫാക്ടോറിയൽ. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n-1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? n-1 ഫാക്ടോറിയൽ. പിടിയിട്ടായിരുന്നോ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n ആണെങ്കിൽ n ഫാക്ടോറിയൽ. അപ്പോൾ 1 മുതൽ n-1 വരെ എന്ത് എഴുതാം? n-1 ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ ആരുടെ ഉണ്ട്? n. So n factorial can be written as n into n-1 factorial. അതായത് 6 ഫാക്ടോറിയലിനെ എനിക്ക് എങ്ങനെ എഴുതാം? എന്താണ് പറഞ്ഞോ? 6 ഇൻറ്റു പിന്നെ എന്താണ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടെ ചേർത്ത് എന്ത് എഴുതാം? 5 ഫാക്ടോറിയൽ എന്ന് സിമ്പിളായിട്ട് എഴുതാം. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ natural numbers. There is a special case. By definition 0 factorial means എന്താണ്? 1. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒരു ചെറിയ പ്രോബ്ലം എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ, ഇതിൻ്റെ വാല്യൂ എന്താണ്? കാൽക്കുലേറ്ററിൽ കൊടുത്ത് 10 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാം, 8 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ഡിവൈഡ് ചെയ്യാം. അത്രയും വലിയ സാഹസമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ കണ്ടെത്താം. 10 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു എക്സെട്ര അപ് ടു 1 വരെയാണ്. ഞാൻ അതിനെ ഇങ്ങനെ എഴുതുന്നു: 10 ഇൻറ്റു 9 ഇൻറ്റു 8. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു? അവിടെ എന്ത് കൊടുക്കുക? ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു എക്സെട്ര അപ് ടു 1 അല്ലേ? അപ്പോൾ 10 ഫാക്ടോറിയൽ ആയില്ലേ? സോ ഡിവൈഡഡ് ബൈ താഴെ 8 ഫാക്ടോറിയൽ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്? ഡിനോമിനേറ്ററിൽ അവൻ്റെ ബന്ധു ഇരിക്കുന്നു, 8 ഫാക്ടോറിയൽ. രണ്ടിനെയും തട്ടിക്കളഞ്ഞു. സോ ആൻസർ എന്ത് കിട്ടും? 10 ഇൻറ്റു 9 ദറ്റ് ഈസ് എന്താണ്? 90. വളരെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലമാണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇഫ് 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ 8 ഫാക്ടോറിയൽ. ഓക്കെ, എക്സിൻ്റെ വാല്യൂ കാണണം. ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം. ഇത് ഇങ്ങോട്ട് കോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ കോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തൊക്കെ ചെയ്യാം. പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഹയസ്റ്റ് ടേം ഏതാണ്? 8 ഫാക്ടോറിയൽ. സോ മൾട്ടിപ്ലൈയിങ് ഈച്ച് ടേം ബൈ 8 ഫാക്ടോറിയൽ. ഓരോ ടേമിനെയും 8 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെയും അതേപോലെ 8 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെയും അതുപോലെ 8 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ബൈ എന്താണ്? 8 ഫാക്ടോറിയൽ. വേറെ ഒന്നും ചെയ്തില്ല. ഈച്ച് ടേമിനെ 8 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കുറച്ച് മുമ്പേ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് 8 ഫാക്ടോറിയൽ ഞാൻ എഴുതാം, അതായിരിക്കും നല്ലത്. 8 ഇൻറ്റു 8 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 7 ഇൻറ്റു 6. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സോ എന്ത് കൊടുക്കാം? 6 ഫാക്ടോറിയൽ ബൈ താഴെ ആരുണ്ട്? 6 ഫാക്ടോറിയൽ പ്ലസ് എഗെയിൻ ഇവിടെയും 8 ഇൻറ്റു 7. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, കാരണം ഇവിടെ അവൻ്റെ ബന്ധു ഇരിക്കുകയാണ്. സോ 7 ഫാക്ടോറിയൽ ബൈ താഴെയുള്ളത് 7 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെ ഇവനെയും ക്യാൻസൽ ചെയ്തു. എന്ത് കിട്ടി? എക്സ്. 6 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. 7 ഫാക്ടോറിയൽ പോയി. ആൻസറിലേക്ക് എത്തിയില്ലേ? 8 ഇൻറ്റു 7 എത്രയാണ്? 56 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 64. വെരി സിമ്പിൾ. സോ what is permutation? A permutation is an arrangement in a definite order of number of objects taken some or all at a time. Simply permutation എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ട്. The number of permutation of n different objects taken are at a time where objects cannot be repeated is NPR. എന്താണ്? The number of arrangements അല്ലെങ്കിൽ permutation of n different objects taken are at a time where objects cannot be repeated is
NPR. അത് കാണുന്ന ഫോർമുല എന്താണ്? NPR, which is obtained by the formula NPR equal to n factorial by n minus r factorial. എന്താണ് NPR കാണുന്ന ഫോർമുല? n ഫാക്ടോറിയൽ, മുകളിലിരിക്കുന്ന ഫാക്ടോറിയൽ ബൈ അവയുടെ ഡിഫറൻസ് n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് NPR. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ കൈവശം 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഹൗ മെനി 3-digit numbers can be formed where repetition is not allowed? എഴുതിയ നമ്പർ വീണ്ടും എഴുതാൻ പാടില്ല. എത്ര 3-digit numbers ഫോം ചെയ്യാൻ സാധിക്കും? എൻ്റെ കൈവശം എത്ര ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അതിൽ എത്ര എണ്ണം വേണം? 3-digit numbers ആണ് വേണ്ടത്. അപ്പോൾ എത്ര നമ്പേഴ്സ് എനിക്ക് എടുക്കണം? 3. 9 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് 3 എണ്ണം വെച്ച് എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ്? ദാറ്റ് മീൻസ് 9p3. അത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, 9 ഫാക്ടോറിയൽ യൂസിങ് ദിസ് റിസൾട്ട് ബൈ എന്ത് വരും? 9 മൈനസ് 3, ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്തും നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എന്താണ് പെർമ്യൂട്ടേഷന്റെ ഉപയോഗം മനസ്സിലായോ? ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഒബ്ജക്ട്സ് taken r at a time where repetition is not allowed. കാണുന്ന ഫോർമുല എന്താണ്? NPR. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന റിസൾട്ട് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. സിമ്പിൾ ആയിട്ട് ഒരു റിസൾട്ട് വേണമെങ്കിൽ പറയാം. വാട്ട് ഈസ് NP0? ഈ റിസൾട്ട് കൊടുത്താൽ മതി. മേളിൽ n ഫാക്ടോറിയൽ ബൈ ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. n മൈനസ് 0 എന്തിനാണ്? n ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1. വൺ മോർ. വാട്ട് ഈസ് NPN? പറഞ്ഞു, മേളിൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവയുടെ ഡിഫറൻസ് n മൈനസ് n 0 ഫാക്ടോറിയൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു 0 ഫാക്ടോറിയൽ 1. സോ n ഫാക്ടോറിയൽ ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ. ഇത് പല സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യും. വാട്ട് ഈസ് 5p5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ഫൈൻഡ് വാല്യൂ ഓഫ് n ഇഫ് n മൈനസ് 1 p3 is to NP4 equal to 1:9. ഓക്കെ, എന്നിന്റെ വാല്യൂ കാണണം. നിങ്ങൾക്കറിയാം a is to b എന്ന് പറഞ്ഞാൽ a by b. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് n മൈനസ് 1 p3 ഡിവൈഡഡ് ബൈ np4 ഈക്വൽ ടു 1:9. എങ്ങനെ എഴുതാം? 1/9. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ 9 ഇങ്ങോട്ട് എടുക്കുക. 9 ഇൻറ്റു n മൈനസ് 1 p3 ഈക്വൽ ടു ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു np4 ദാറ്റ് ഈസ് സിംപ്ലി np4. That is 9 into NPR എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? മേളിലിരിക്കുന്ന ഫാക്ടോറിയൽ ബൈ n മൈനസ് r അല്ലേ? അതനുസരിച്ച് n മൈനസ് 1 p3 എന്ത് വരും? മുകളിലിരിക്കുന്ന ഫാക്ടോറിയൽ ദാറ്റ് ഈസ് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവയുടെ ഡിഫറൻസിന്റെ ഫാക്ടോറിയൽ n മൈനസ് 1 മൈനസ് 3. n മൈനസ് 1 മൈനസ് 3 എന്ത് കിട്ടും? n മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു NP4. സിമ്പിൾ ഡെഫിനിഷൻ, മേളിലിരിക്കുന്ന ഫാക്ടോറിയൽ ബൈ ഇവയുടെ ഡിഫറൻസ് n മൈനസ് 4 ഫാക്ടോറിയൽ. ക്രോസ് മൾട്ടിപ്ലൈ ഈ n മൈനസ് 4 മേളിലല്ലേ പോകുന്നത്, അതും താഴത്തെ വെട്ടിപ്പോവും. അതായത് രണ്ട് സൈഡും ഒരേ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ലെഫ്റ്റ് സൈഡിൽ 9 ഈക്വൽ ടു ഇവിടെ എന്താണുള്ളത്? n ഫാക്ടോറിയൽ ബൈ ഇത് നേരെ താഴെ കൊണ്ടുവരുന്നു n മൈനസ് 1 ഫാക്ടോറിയൽ. നിങ്ങൾക്കറിയാം 9 ഈക്വൽ ടു n ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. തുടക്കത്തിൽ പറഞ്ഞു ബൈ താഴെ എന്തുണ്ട്? n മൈനസ് 1 ഫാക്ടോറിയൽ. ഇതും ക്യാൻസൽ ചെയ്തു പോയി. ദെയർഫോർ n ഈക്വൽ ടു എന്ത് കിട്ടി? 9. സിമ്പിൾ അല്ലേ? ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ എഴുതി പഠിക്കണം. ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് r ഇഫ് 5pr ഈക്വൽ ടു 2 ഇൻറ്റു 6pr മൈനസ് 1. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ കാണുന്നതിന് വേണ്ടി, ആറിന്റെ വാല്യൂ കാണുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ NPRന്റെ ഡെഫിനേഷൻ എന്താണ്? NPR n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 5pr എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ ബൈ അവയുടെ ഡിഫറൻസ് 5 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു 6pr മൈനസ് 1. എങ്ങനെ എഴുതാം? മേളിലിരിക്കുന്ന ഫാക്ടോറിയൽ ബൈ ഇവയുടെ ഡിഫറൻസ്. തെറ്റിക്കരുത്, പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. എന്താണ്? 6 മൈനസ് r മൈനസ് 1. ഇതല്ലേ വേണ്ടത്? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 6 മൈനസ് r മൈനസും മൈനസും പ്ലസ് 1 ദാറ്റ് ഈസ് 7 മൈനസ് r. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 7 മൈനസ് r ഫാക്ടോറിയൽ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഫാക്ടോറിയൽ താഴേക്ക് കൊണ്ടുവരിക, ഇത് ഇവിടേക്ക് കൊണ്ടുവരിക. സോ എന്ത് കിട്ടും? 7 മൈനസ് r ഫാക്ടോറിയൽ ബൈ ഡിനോമിനേറ്റർ ഉള്ളത് അതുപോലെ 5 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ എഴുതി ബൈ എന്ത് വരും? ഇത് നേരെ താഴെ.
പിടികിട്ടിയായിരുന്നു. ആറിൻ്റെ ടേം എല്ലാം ഒരു സൈഡ് കൊണ്ടുവന്നു, കോൺസ്റ്റന്റ് എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. അത്രേ ചെയ്തുള്ളൂ. നെക്സ്റ്റ്, ബൈ ഡെഫിനിഷൻ വി ഹാവ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്രാ. അതനുസരിച്ച് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 7 മൈനസ് ആർ ഫാക്ടോറിയലിനെ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു ഒന്ന് കുറച്ച് പോയാണ്. നെക്സ്റ്റ് 5 മൈനസ് ആർ ഇൻറ്റു 4 മൈനസ് ആർ ഇൻറ്റു എക്സെട്രാ വെക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. എവിടെ സ്റ്റോപ്പ് ചെയ്യുമോ അവിടെ എന്ത് കൊടുക്കണം? ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ആ റിസൾട്ടാണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു? അവൻ്റെ ബന്ധു താഴെ ഇരിക്കുന്നു, അതാണ് റീസൺ. 5 മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു, ഇവിടെ അതേ പ്രൊസീജിയർ. 6 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്രാ 1 വരെ എഴുതാം. ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കൊടുക്കണം? ഫാക്ടോറിയൽ. ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. സിമിലർലി ഈ ടേമും ക്യാൻസൽ ചെയ്തു. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 6 42. 7 ഇൻറ്റു മൈനസ് ആർ മൈനസ് 7 ആർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 6 ആർ. മൈനസ് 7 ആറും മൈനസ് 6 ആറും മൈനസ് 13 ആർ എന്ന് കിട്ടും. മൈനസ് ആറ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 12. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആർ സ്ക്വയർ മൈനസ് 13 ആർ. നെക്സ്റ്റ് 12 ഇപ്പുറത്ത് വരുമ്പോൾ 42 മൈനസ് 12 ദാറ്റ് ഈസ് പ്ലസ് 30 ഈക്വൽ ടു 0. ഒറ്റ സ്റ്റെപ്പിൽ ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എഴുതാം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 13, കൂട്ടുമ്പോൾ മൈനസ് 13, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30. നമ്പേഴ്സ് ഏവ? മൈനസ് 10ഉം മൈനസ് 3ഉം കൂട്ടി നോക്കിയൊക്കെ മൈനസ് 13 മൾട്ടിപ്ലൈ പ്ലസ് 30 സോ ആർ ഈക്വൽ ടു, ഇത് ഫാക്ടേഴ്സ് ആണ്, ആർ ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതുക. 10, എന്ത് കിട്ടും? 3. ബുദ്ധിമുട്ടാണെങ്കിൽ ആർ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന ഫോർമുല യൂസ് ചെയ്ത് കണ്ടാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. ആറിന് 2 വാല്യൂ ഉണ്ട്. ഇതിൽ ഒരൊറ്റ വാല്യൂ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഇവിടെ ആറിന് 10 എന്ന വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? 5p10 5നെ അല്ലെ 5 നമ്പറിനെ 10 വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും എന്നിനേക്കാളും വലുതാകാൻ ആറ് പാടില്ല. ആറ് എന്ന് പറയുന്നത് എപ്പോഴും എന്നിനേക്കാളും എന്തായിരിക്കണം? ചെറുതായിരിക്കണം, എങ്കിലേ ഡെഫിനിഷൻ ട്രൂ ആകത്തുള്ളൂ. സോ ആർ കനോട്ട് ബി എന്താണ്? 10. സോ ആർ മസ്റ്റ് ബി എന്താണ്? 3. നിർബന്ധമായിട്ടും അത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഹൗ മെനി വേർഡ്സ് with or without meaning can be formed using the letters of the word Monday, assuming that no letters can be repeated? If first case 4 letters are used at a time, second case all letters are used at a time, third one all letters are used but first letter is a vowel. ഓക്കെ, അപ്പോൾ മൺഡേ എന്ന് പറയുന്ന ഈ വേർഡിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 ലെറ്റർ യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ വേർഡ്സ് ഫോം ചെയ്യാം? എഴുതിയ ലെറ്റർ വീണ്ടും എഴുതാൻ പാടില്ല. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. അത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. മൊത്തം 6 ലെറ്റർ ഉണ്ട്. അതിൽ 4 എണ്ണം വെച്ചുള്ള അറേഞ്ച്മെന്റ് അല്ലേ? n ലെറ്റേഴ്സ് 6 വെച്ച് അറേഞ്ച് ചെയ്താൽ NPR. അപ്പോൾ 6 ലെറ്റർ 4 വെച്ച് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ 6p4. മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 4 ലെറ്റേഴ്സ് വെച്ച് എത്ര അറേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് 6p4. അത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. 6 ഫാക്ടോറിയൽ ബൈ NPR, n ഫാക്ടോറിയൽ ബൈ ഇവയുടെ ഡിഫറൻസ് എന്ത് കിട്ടും? 2 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് വിടുന്നു. നെക്സ്റ്റ് രണ്ടാമത്തത്, ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മൺഡേ. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. എല്ലാ ലെറ്ററും യൂസ് ചെയ്യണം. മൊത്തം 6 ലെറ്റർ ഉണ്ട്, 6 യൂസ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഫോർമുല? 6p6. നേരത്തെ 6 എണ്ണത്തിൽ 4, അപ്പോൾ 6p4. ഇവിടെ 6 എണ്ണം ഉണ്ട്, 6 യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 6p6. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 6 ഫാക്ടോറിയൽ. കാൽക്കുലേറ്റർ കൊടുത്താൽ ആൻസർ കിട്ടും. ലാസ്റ്റ് പാർട്ട്, ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി എ വൗവൽ. ഇതിനകത്ത് വൗവൽസ് ആരൊക്കെയാണ്? O വൗവലാണ്, A വൗവലാണ്. എത്ര എണ്ണം ഉണ്ട്? 2 വൗവൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റേഴ്സ് ഫോം ചെയ്യണം. ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി വൗവൽ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഒന്നുകിൽ എനിക്ക് എന്ത് എഴുതാം? O എഴുതാം, അല്ലെങ്കിൽ A. സോ ടോട്ടൽ പോസിബിലിറ്റീസ് എന്താണ്? 2. ആൻഡ് മീൻസ് ഇൻറ്റു. ഇനി എനിക്ക് എന്താണ്? 2
രീതിയിൽ ആദ്യത്തെ എലമെന്റ് എഴുതാം. ഒന്നുകിൽ O എഴുതാം, അല്ലെങ്കിൽ A എഴുതാം. ഒന്ന് ഞാൻ എഴുതി കഴിഞ്ഞു, ഏതോ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? മൊത്തം 6. ബാക്കി എൻ്റെ കൈവശം 5. ഈ 5 എണ്ണോ യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5p5 ശരിയല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 2 into 5p5 that is equal to 2 into 5p5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വിടുന്നു. ഇത് പറഞ്ഞ പിടിയിട്ടായിരുന്നോ? ഫസ്റ്റ് ലെറ്റർ വൗവലിൽ സ്റ്റാർട്ട് ചെയ്യണം. എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ്. ഫസ്റ്റ് ലെറ്റർ വൗവൽ ആകണമെങ്കിൽ ഒന്നുകിൽ O അല്ലെങ്കിൽ A. 2 പോസിബിലിറ്റി, അതാണ് 2 ഇൻറ്റു ഒരു ലെറ്റർ ഞാൻ എഴുതി, ഏതോ ഒരു ലെറ്റർ. ബാക്കി എൻ്റെ കൈവശം 5 എന്നുണ്ട്. ഈ 5 ലെറ്റർ ഉപയോഗിച്ച് അല്ലേ, ബാക്കി എല്ലാ ലെറ്റേഴ്സും യൂസ് ചെയ്യണം. 5 ലെറ്റർ ഉപയോഗിച്ച് എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ്, ദാറ്റ് ഈസ് 5p5. അതിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ. ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ഫൈൻഡ് നമ്പർ ഓഫ് ഡിഫറൻറ്റ് 8 letter arrangements that can be made from the letters of the word daughter so that all letters are used at a time. Second one, all vowels occur together. Third one, all vowels do not occur together. Okay. അപ്പോൾ എന്താണ്? ഡോട്ടർ എന്ന ഈ വേർഡിലെ എല്ലാ ലെറ്റേഴ്സും യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ്, എത്ര വ്യത്യസ്തമായ വേർഡ്സ് ഫോം ചെയ്യാം. സോ ഫസ്റ്റ് കേസ്, ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്. ഡോട്ടർ എന്ന് പറയുന്ന ഈ വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. 8 ലെറ്റേഴ്സ് ഉണ്ട്. 8ഉം യൂസ് ചെയ്യണം. സോ total number of words 8p8, that is equal to 8 factorial, which is the answer. വളരെ സിമ്പിൾ. രണ്ടാമത്തെ കേസ്, എല്ലാ ലെറ്റേഴ്സും യൂസ് ചെയ്യണം. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ്, ബട്ട് എന്താണ്? വൗവൽസ് occur together. വൗവൽസ് എന്ത് വേണം? ഒരുമിച്ച് വരണം. ഇതിനകത്തുള്ള വൗവൽസ് ആരൊക്കെയാണ്? എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. അവ ഒരുമിച്ച് വരണം, ഒറ്റ ബ്ലോക്കായി വരണം. ഞാൻ ഇതാ എഴുതി AUE, അത് ഒറ്റ ബ്ലോക്കായി വരണം. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ഡി ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ടി ഉണ്ട്, ആർ ഉണ്ട്, എഴുതി. സോ ടോട്ടൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇപ്പോൾ എത്ര വേർഡ്സ് ഉണ്ട്? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6. ഇത് ഒറ്റ എലമെന്റ് ആയിട്ട് എടുക്കണം, ഒറ്റ ബ്ലോക്ക്. സോ 6 ലെറ്റേഴ്സ് ഉണ്ട്, 6ഉം യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 6p6. പറഞ്ഞ പിടിയിട്ടായിരുന്നോ? 1 2 3 4 5. ഇത് ഒറ്റ ബ്ലോക്ക്, ഒരുമിച്ചേ വരാവൂ, ഒന്നായി വരണം. അപ്പൊ ഇത് ഒന്നായിട്ട് എടുക്കും. അപ്പൊ മൊത്തം എത്രയുണ്ട്? 6 ലെറ്റേഴ്സ്. 6ഉം യൂസ് ചെയ്തു. ആൻഡ് ഇൻറ്റു ഈ ഒറ്റ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ AUE എന്ന് തന്നെ പറഞ്ഞൊന്നില്ല. ഓർഡർ മാറിക്കൂടെ? യു ഇപ്പുറത്തൊരു, എ ഇപ്പുറത്തൊരു, അവ അങ്ങോട്ടും ഇങ്ങോട്ടും വൗവൽസ് ഒരുമിച്ച് വരണേ ഉള്ളൂ. വൗവൽസ് ഒരുമിച്ച് വരണേ ഉള്ളൂ. ഓർഡർ എങ്ങനെ വേണോ ആകാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ഹൗ മെനി വേസ്? അകത്ത് 3 ലെറ്റേഴ്സ് ഉണ്ട്. 3ഉം യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് 3p3. 3 ലെറ്റേഴ്സ് ഉണ്ട്, 3 ഉപയോഗിച്ച് എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ്? 3 ഫാക്ടോറിയൽ. 6p6 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ. 3p3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഫാക്ടോറിയൽ. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആയി. ലാസ്റ്റ് കേസ് എന്താണ്? ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഇഫ് all vowels do not occur together? വൗവൽസ് ഒരുമിച്ച് വരാത്ത എത്ര വാക്കുകൾ ഉണ്ടായിരിക്കും? വൗവൽസ് ഒരുമിച്ച് വരുന്ന വാക്കുകൾ എന്താണ്? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. മൊത്തം അറേഞ്ച്മെന്റ്സ്, മൊത്തം വേർഡ്സ് എത്രയാണ്? 8 ഫാക്ടോറിയൽ. സോ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് അല്ലേ, റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 8 ഫാക്ടോറിയൽ മൈനസ് വൗവൽസ് ഒരുമിച്ച് വരുന്നത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. എന്താണ്? വൗവൽസ് ഒരുമിച്ച് വരാത്ത എത്ര വാക്കുകൾ എന്ന് ചോദിച്ചാൽ മൊത്തം വേർഡ്സ് മൈനസ് എന്ത് കൊടുത്താൽ മതി? വൗവൽസ് ഒരുമിച്ച് വരുന്ന കൊടുത്താൽ മതി. അതല്ലേ തിയറി? മൊത്തം വേർഡ്സിൽ നിന്ന് വൗവൽസ് ഒരുമിച്ച് വരുന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വൗവൽസ് ഒരുമിച്ച് വരാത്ത വേർഡ്സിന്റെ എണ്ണം കിട്ടും. സോ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 8 ഫാക്ടോറിയൽ മൈനസ് എന്താണ്? നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് വൗവൽസ് occur together, that is 6 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് എന്താണ്? വേർഡ്സ് നമുക്ക് കിട്ടും. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വിടുന്നു, ചെയ്തു നോക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന പോർഷനിൽ ചെറിയ ഒരു സംഗതി കൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഒപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോർഷനും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.